ശ്രീ പി വി സഹദേവൻ. വരാം തോംസൺ. ശ്രീ പി വി സഹദേവൻ, നോർത്തേൺ CCF പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രീമതി റബേക്ക ജോസഫ് ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥർക്ക് ഒരു വീഴ്ച വന്നു എന്ന് പറഞ്ഞുകൂടാ. നോർത്തേൺ CCF പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഒരു മേഖലയുടെ തന്നെ പ്രധാനപ്പെട്ട ചുമതലകൾ നൽകിക്കൊണ്ട് എന്തിനാണ് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്? ഇതാണ് ഈ സംവിധാനം. ഈ പറയുന്ന സംവിധാനം വനം വകുപ്പ് ഇങ്ങനെയാണ് കേരളത്തിൻ്റെത് എന്ന് കർണാടകയും പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിട്ടേക്കാം. അവിടെ ഇപ്പോൾ ഒരു കാര്യവും നടക്കില്ല. നമ്മുടെ ഈ പറയുന്ന സൊല്ല അത് അവിടെ പോയി അങ്ങ് പരിഹരിക്കട്ടെ. അവിടെയാണെങ്കിൽ ആർക്കും ആരോടും ഉത്തരവാദിത്വമില്ല. ഇങ്ങനൊരു ബോധ്യമുണ്ടായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നോർത്തേൺ CCF അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ കീഴിലുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൃത്യനിർവഹണത്തിന് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിശക്തമായ നടപടി സ്വീകരിക്കണം. അതുതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ഈ കാര്യത്തിൽ രാവിലെ മുതലേ ജനങ്ങളുടെ പ്രക്ഷോഭത്തോടൊപ്പമാണ്. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ വിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ മാത്രം വാഴ്ത്തപ്പെടുന്നവരല്ല ഞങ്ങൾ. നോർത്തേൺ CCF ഈ കാര്യത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെങ്കിൽ തൻ്റെ കീഴിലുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തു? ഇതിനു വേണ്ടി എന്ത് പ്രൊട്ടക്ഷൻ നടപടി സ്വീകരിച്ചു? എന്തുകൊണ്ട് മുൻകൂട്ടി ജനങ്ങളെ ആവശ്യമായ രൂപത്തിലുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുരക്ഷാ മുന്നറിയിപ്പ് കൊടുത്തില്ല? ഈ കാര്യങ്ങളൊക്കെ അവർ വളരെ ശക്തമായി പരിശോധിക്കണം. ഞങ്ങൾ അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശ്രീ സണ്ണി ജോസഫ് MLA പറഞ്ഞൊരു കാര്യം കൂടെ അങ്ങ് കേട്ടില്ലേ? അല്ല, ഒരു സെക്കൻഡ് സാർ. അല്ല, രാഷ്ട്രീയ ഭേദമന്യേ വയനാട്ടിലെ MLA എല്ലാവരും ചേർന്ന് ഈ കാര്യങ്ങൾ അധികാരികളെ ബോധ്യപ്പെടുത്തുക, അവിടെ അദാലത്തുകൾ നടക്കുക, അതിൻ്റെയൊക്കെ ഫലം എന്തായി എന്ന് ശ്രീ സണ്ണി ജോസഫ് ചോദിക്കുന്നു. ഇത് നിങ്ങളുടെ ആ ഭാഗത്തെ മാത്രം ബന്ധപ്പെടുത്തുന്ന ഒരു ചോദ്യമല്ല. ഇതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഈ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. ഫലം എന്താണ്? അതിനെ ഞാൻ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ പ്രധാനമായിട്ടും കേരളം, കർണാടക, തമിഴ്നാട് ഈ 3 സംസ്ഥാനത്തിൻ്റെയും വനമേഖലകൾ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് വയനാട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് പല മേഖലകളിലും ഇതുപോലെ മറ്റ് പിന്നെ കുന്നൻ പ്രദേശങ്ങളൊക്കെ നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ ഈ വനമേഖല ചുറ്റപ്പെട്ടതാണ്. അവിടത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കണം. കേരള ഗവൺമെൻറ് തന്നെ 460 കോടി രൂപയുടെ ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിനോട് ഈ കാര്യത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അടിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു ഫണ്ട് വേണം. ഉദ്യോഗസ്ഥർക്ക് അടിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു ഫണ്ട് വേണം. ഇതാണ് ആവശ്യം. അല്ലെന്ന് ഇതൊന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും ഒന്നും സംരക്ഷണമാകുന്നില്ല എന്ന ദൈനംദിന അനുഭവം ഉള്ളതുകൊണ്ട് പാക്കേജിന്റെ കുറവാണ് പോലും.